ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വരാഹി നവരാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും ഉത്തമമായൊരു ദിവസമാണ് വരാൻ പോകുന്നത്. അതായത് ബുധനാഴ്ച ദിവസം പഞ്ചമി തിഥിയാണ്. നമ്മൾ കലണ്ടറിൽ നോക്കുമ്പം ചതുർത്ഥിയാണ് അന്നത്തെ ദിവസം കാണുന്നത്. പക്ഷേ അതിൻ്റെ താഴെ നോക്കിക്കോളൂ, 4 നാഴിക മാത്രമേ ഉള്ളൂ ചതുർത്ഥി. ബാക്കി മുഴുവൻ പഞ്ചമിയാണ്. 11-ാം തീയതി 9 നാഴിക മാത്രമാണ് പഞ്ചമി ഉള്ളത്. അതുകൊണ്ട് തന്നെ 10-ാം തീയതിയാണ് പഞ്ചമിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. പഞ്ചമി അന്ന് വൈകുന്നേരം സന്ധ്യയ്ക്കൊക്കെ നമുക്ക് ഭഗവതിയെ വിളിച്ച് പ്രാർത്ഥിക്കാം, തേങ്ങാദീപം കത്തിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ 11-ാം തീയതി അതിരാവിലെയും നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കാം. കാരണം ആ സമയങ്ങളൊക്കെ പഞ്ചമിയുണ്ട്. ചതുർത്ഥി രാവിലെ തീരും. 4 നാഴിക മാത്രമേ ഉള്ളൂ 10-ാം തീയതി. അതിന് ശേഷമുള്ളതെല്ലാം പഞ്ചമിയാണ്. അതുകൊണ്ട് തന്നെ 10-ാം തീയതി സന്ധ്യയ്ക്ക് തേങ്ങാദീപം കത്തിച്ച് പ്രാർത്ഥിക്കുന്നതോ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതോ വളരെ വളരെ വിശേഷമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്ന ആ നാമം 108 തവണ ജപിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതൊന്നുമില്ലെങ്കിൽ ദേവിക്ക് വിളക്ക് കത്തിച്ച് വെച്ച് നമ്മുടെ മനസ്സ് നൊന്ത് ദേവിയോട് പ്രാർത്ഥിച്ചോളൂ. തീർച്ചയായിട്ടും ദേവി അതിനുള്ള ഫലം എല്ലാവർക്കും തന്നിരിക്കും. അതുപോലെ തന്നെ തേങ്ങാദീപം കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം, ഞാൻ കാണിച്ചു തരാം. അതനുസരിച്ച് കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ വിശേഷമാണ്. കാരണം ദേവിക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് അന്നത്തെ ദിവസം ദേവിക്ക് നൈവേദ്യം വെക്കാം. ശർക്കര പായസം ദേവിക്ക് ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഇഷ്ടമാണ്. മധുരക്കിഴങ്ങ് പുഴുങ്ങി വെക്കുന്നതോ പച്ചയ്ക്ക് വെക്കുന്നതോ ദേവിക്ക് ഇഷ്ടമാണ്. പുഴുങ്ങി വെച്ചാൽ നമുക്കത് പ്രസാദമായിട്ട് തന്നെ നേരിട്ടെടുത്ത് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ വാഴപ്പഴം, ഇതൊക്കെ ദേവിക്ക് ഇഷ്ടമാണ്. ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ ഒക്കെ ദേവിക്ക് ഇഷ്ടമാണ്. മഞ്ഞൾ ദേവിക്ക് ഇഷ്ടമാണ്. അപ്പം നമുക്കിഷ്ടമുള്ള എന്താണോ, മാതള നാരങ്ങ, അതൊക്കെ ദേവിക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ 10-ാം തീയതിയാണ് പഞ്ചമി. അത് മനസ്സിലാക്കി എല്ലാവരും അന്നത്തെ പ്രാധാന്യം മനസ്സിലാക്കി ദേവിയെ പ്രാർത്ഥിക്കുക. ക്ഷിപ്രപ്രസാദിനിയാണ്, ക്ഷിപ്രകോപിനിയുമാണ് ദേവി. രാത്രിയുടെ ദേവതയാണ്. അതുകൊണ്ട് സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് രാവിലെ പ്രാർത്ഥിക്കുന്നതും വളരെ വിശേഷമാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യണം. കാരണം നമ്മുടെ സകല ദുരിതങ്ങൾക്കും ദോഷങ്ങൾക്കും അറുതി വരുത്തുന്നതിന് ദേവിക്ക് അപാരമായ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചാൽ വെളിപ്പുറത്താണ് ദേവി. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സ്, അതിനകത്ത് വെജിറ്റേറിയൻ ഫുഡുകൾ മാത്രമാണ് ഇടുന്നത്. നമുക്ക് ഏകാദശിക്കും ഷഷ്ടിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങളാണ് അതിനകത്ത് ഇടുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടിട്ടില്ലാത്തവർ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഈ ദിവസങ്ങളൊക്കെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഫലമാണ് തരുന്നത്. വലിയ ഫലങ്ങളാണ് തരാൻ പോകുന്നത്. കാരണം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് തരണം ചെയ്യുന്നതിനുള്ള മനഃശക്തി ഭഗവതി തരണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.